മക്കളെ അമ്മ അവിടെ എന്തോ ഇരുന്ന് ചെയ്യണ്ട്. അപ്പൊ നമുക്ക് എന്താ പോയി നോക്കാം. ഓക്കെ, നല്ല പണിയാട്ടോ കള്ള. എന്താ ഇതെന്താ ഇതെന്ത് ചെയ്യണ്? അമ്പലത്തേക്ക് മാല കെട്ടാം. അമ്പലത്തേക്ക് ഇതുമേ മാല ഇട്ട? ഇതുകൊണ്ട് ഇത് ചീന്തി വെയിലത്തിട്ട് ഉണക്കി നാരാക്കും. എന്നിട്ട് അതുകൊണ്ടാണ് പൂവ് മാല ഇട്ട. ഇതെന്താ സാധനം? എന്താ വാഴയാണോ? അതെന്താ? വാഴയുടെ പോള പൊളിച്ച് ചീന്തി ചെറുതാക്കി ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കും. എന്നിട്ട് അതുകൊണ്ട് പൂ കോർത്തിട്ടാണ് ഭഗവാന് മാല ചാർത്തുക. അതാണ് ചെയ്യണത്. അപ്പൊ ഇത് മൊത്തം അപ്പൊ ഇത് കടയിൽ നിന്ന് വാങ്ങിയാ പോരെ? ഇങ്ങനത്തെ മാല കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. മാല കെട്ടണ ഒരു തരം പുല്ലുണ്ട്, അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുള്ളൂ. അത് ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഈ വാഴനാരാണ്. വാഴനാര കൊണ്ട് ഉണ്ടാക്കിയാല് ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും, ഒരുപാട് നാരുണ്ടാവുകയും ചെയ്യും, പിന്നെ കാശ് കൊടുക്കും വേണ്ട. അല്ല ഇതിപ്പോ കടയിൽ കൊടുക്കുകയാണെങ്കിൽ എത്ര കിട്ടും? ഇത് നമ്മള് കടയിലൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. വാങ്ങണ എത്ര കിലോ? ഇത് വിൽക്കാൻ കിട്ടില്ലേ? അതല്ല, സാധാ നാര് വാങ്ങുകയാണെങ്കിൽ? സാധാ നാര് വാങ്ങുകയാണെങ്കിൽ നല്ല വില. അപ്പൊ എത്ര? 400 രൂപയൊക്കെ കിലോന് വില ഉണ്ട് അത്ര. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഞാൻ, നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ വാഴ ഉണ്ടല്ലോ, അപ്പൊ അത് ഇങ്ങനെ ചീന്തി നമ്മള് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചീന്തി കഴിഞ്ഞ് ഉണക്കിയാല് ഒരു കാര്യമില്ലേന്ന് വിചാരിച്ചിട്ടാണ്. മാല കെട്ടുക. ഇതുകൊണ്ടാണ് മാല കെട്ടുക. ഇതുകൊണ്ടല്ല, ഇനി ഇത് ഉണക്കണം. വെയിലത്തിട്ട് ഉണക്കിയിട്ട് കെട്ടി വെക്കണം. കെട്ടിയത് കാണണമെന്നുണ്ടെങ്കിൽ അമ്മമ്മയുടെ ഉണ്ട്, അവിടെ കുറെ കെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അമ്മമ്മേന്റെ അവിടെ പോയി കാണാം. കാരണം ഇവിടെയാണ് മറ്റേ നാര്, ഇപ്പൊ പറഞ്ഞ നാര് സാധനം ഉണക്കി കൊടുക്കലും ഉണ്ടാക്കലൊക്കെ അവിടെയാണ് മാല കെട്ടല്. അപ്പോ നമ്മൾ അമ്പലത്തിക്ക് ഇവിടുന്ന് ആരും അവിടുന്ന് മാല കെട്ടൽ അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോ നമുക്ക് ബാക്കി എന്തൊക്കെ ചെയ്യാൻ അവിടെ പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാല കെട്ടുക. അപ്പൊ മാലയെ കുറിച്ച് നമുക്ക് രണ്ടു വാക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ഇതാണ് നാര്, അവിടുന്ന് കൊടുത്ത നാരാണ് കാണുന്നത്. അപ്പൊ ഇതിലിങ്ങനെ ഓരോരോ പൂവ് ഇങ്ങനെ കോർത്ത് മാലയൊക്കെ ചെയ്യാം, എന്നിട്ട് അമ്പലത്തേക്ക് കൊടുക്കാണ്. അപ്പൊ അല്ല, ഈ ദൈവങ്ങൾക്ക് എല്ലാ ദൈവങ്ങൾക്കും ഓരോരോ പൂവാ? അങ്ങനെ ഉണ്ടോ? അപ്പൊ ഇതിപ്പോ കെട്ടിട ചെമ്പരത്തിക്ക്, അത് ചെമ്പരത്തിയാണല്ലോ. പ്രധാനപ്പെട്ടതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രധാനമുണ്ട്. ഈ ചുവന്ന ചെമ്പരത്തി ഒന്നും ശിവനും വിഷ്ണുവിനും കൊടുക്കില്ല. പിന്നെ മറ്റേ വെള്ള ചെമ്പരത്തി ഒക്കെ എല്ലാവർക്കും ആണ്. ഇതിപ്പോ ആർക്ക് കിട്ടണ? ശിവനോ? ഇത് ശിവന്. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഇതപ്പോ ഇത് എങ്ങനെ കെട്ടുക? രണ്ട് നാര എടുക്കുക, എന്നിട്ട് അങ്ങനെ പിരിക്കുക, ഒരു പിരിയുടെ ഇടയിൽ ഒരു പൂവ് വെക്കുക, എന്നിട്ട് വീണ്ടും പിരിക്കുക. അപ്പൊ ഇത് കൊഴിഞ്ഞാടില്ലേ? കൊഴിഞ്ഞാടില്ല, മുറുക്കം പിരിക്കണം. അത് പിരിക്കുമ്പോൾ നമ്മൾ നല്ല മനസ്സിരുത്തിയിട്ട് മുറുക്കം പിരിക്കണം. അപ്പൊ കൊഴിഞ്ഞാടില്ല. പിന്നെ ഇതൊരു പ്രാക്ടീസാണ്. ഇത് എത്ര കാലമായി ഇങ്ങനെ കെട്ടൽ തുടങ്ങിയിട്ട്? എനിക്ക് 5 വയസ്സുള്ളപ്പോ തുടങ്ങിയത്. 5 വയസ്സോ? 5 വയസ്സോ? അപ്പൊ 70 കൊല്ലായി മാലട്ടാൻ തുടങ്ങിയിട്ട്. 70 കൊല്ലോ? ഇങ്ങനെയല്ലേ? ഇതിപ്പോ ഈ അമ്പലത്തിക്ക്, അടുത്തുള്ള അമ്പലത്തിക്കാവല്ലേ കൊടുക്കണ്ടാവുക? കാലാകാലമായിട്ട് അടുത്ത ആൾക്കാരാണ്, അവർക്ക് മാല കെട്ടേണ്ട ഒരു അവകാശം ഞങ്ങൾക്കുണ്ട്. അല്ല, അപ്പൊ ഇത് ഒരു പൈസ തരുമോ? പൈസയുടെ ആവശ്യത്തിനല്ല കെട്ടുന്നത്, നമ്മളുടെ ഒരു സമർപ്പണമാണ്. അപ്പൊ മാല വേണമെങ്കിൽ എന്നെ കെട്ടിക്കൊടുക്കണ അങ്ങനെ ഉണ്ടോ? പറഞ്ഞാൽ കെട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ അവരത് വേണമെന്ന് പറഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സമർപ്പണമായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കും. അങ്ങനല്ലേ? പിന്നെ നർമാലയൊക്കെ വേണമെങ്കിൽ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിറയെ മാല കിട്ടും. നമുക്ക് അതിന്റെ ഒരു ഇതിനനുസരിച്ച് കിട്ടും. ഇതൊക്കെ കെട്ടി വെച്ചാവൂല്ലേ? കെട്ടി വെച്ചതാ. ഇത് ഭഗവതിക്കാവൂല്ലേ? ചോപ്പായോണ്ട് മഞ്ഞ മഞ്ഞ ഇത് കെട്ടാനുള്ളതാ? മഞ്ഞ കെട്ടാനുള്ളതാണ്. അത് നന്ദികേശ്വരനൊക്കെ അതുകൊണ്ട് കെട്ടും. നന്ദികേശ്വരന്റെ ശിവന്റെ വാഹനം നന്ദി പ്രതിമണ്ട്. നന്ദിക്ക് മാല കെട്ടണം. ഭഗവതി, അയ്യപ്പൻ, ഭഗവതി, നാഗങ്ങളെ ഒക്കെ ഉണ്ട്. അവർക്ക് മഞ്ഞ കെട്ടുക. ഈ പുല്ലെന്താ? പുല്ലൊക്കെ ഉണ്ടല്ലോ. കറുകമാല കെട്ടാം. ഗണപതിക്ക് കറുകമാല പ്രധാനമാണ്. ഇത് കറുകയോ? അത് ഗണപതിക്കാ? ഗണപതിക്ക് സാധ്യത്തിനൊക്കെ വിശേഷമാണ്. കറുകമാല കൊടുത്ത സാധ്യമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുക.